മണ്ഡലത്തിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് LDF സ്ഥാനാർത്ഥി KV സുമേഷ്. കല്യാണ വീടുകളിലും മരണ വീടുകളിലും പോകുന്നത് അത് തന്റെ കടമയാണെന്ന് ബോധ്യമുള്ളതിനാലാണെന്ന് സുമേഷ് പറഞ്ഞു. പള്ളിക്കുന്ന് മേഖലയിലെ പ്രചാരണത്തിനിടെ കണ്ണൂർ കൃഷ്ണമേനോൻ വനിതാ കോളേജിലെത്തിയ സ്ഥാനാർത്ഥിയെ വിദ്യാർത്ഥികൾ സ്വീകരിച്ചു. LDF സ്ഥാനാർത്ഥി KV സുമേഷ് പ്രചാരണ രംഗത്ത് വളരെ സജീവമാണ്. പ്രചാരണ രംഗത്ത് വലിയ ആവേശത്തിലേക്ക് കടന്നു കഴിഞ്ഞു ഒന്നാമത്തെ ദിവസം മുതൽ തന്നെ. തീർച്ചയായും നമ്മൾ നല്ലതുപോലെ നേരത്തെ ഹോംവർക്ക് നടത്തി പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. നല്ല ആത്മവിശ്വാസത്തോടെ തന്നെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി. എല്ലാവരും ഇപ്പോൾ 2-3 പഞ്ചായത്തുകളിലായിട്ട് പര്യടനം പൂർത്തിയായി കഴിഞ്ഞു. ഈ അഴീക്കോട് KV സുമേഷാണ് വീണ്ടും സ്ഥാനാർത്ഥിയാവുക എന്ന രീതിയിലേക്ക് ചർച്ചകൾ വരുമ്പോൾ എതിരാളികൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കല്യാണത്തിനും വീട്ടിൽ കൂടലിനും ഒക്കെ പോകുന്ന ഒരു MLA ആണ്, ആ MLA ഇനിയും വേണോ എന്ന് ആലോചിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ താങ്കൾ എനിക്ക് തോന്നുന്നു അതിന് മറുപടി പറഞ്ഞത് അതും എന്നെ ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്ന കാലം മുതൽ നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തം വികസന കാര്യങ്ങളും മറ്റും നിയമനിർമ്മാണമൊക്കെയാണ്. ആ കൂട്ടത്തിൽ എന്നെ വിജയിപ്പിച്ച ആ മണ്ഡലത്തിലെ ജനങ്ങളെ അല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ ഞാൻ പ്രതിദാനം ചെയ്യുന്ന ജനങ്ങളുടെ സുഖദുഃഖങ്ങളിൽ പങ്കെടുക്കുക എന്നത് എൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. പൊതുവെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചോദിക്കുന്നത് MLA കഴിഞ്ഞ 5 വർഷം കണ്ടിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഈ MLA കുറിച്ച് എന്തായാലും രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും ആ സംശയം ഉണ്ടാവില്ല. കാരണം റോഡിലൂടെ പോകുമ്പോൾ റോഡിൽ കാണാം, അല്ലെങ്കിൽ മറ്റൊരു തടങ്ങ് അങ്ങനെ കാണുന്ന ഒരു MLA ആണെന്ന് പൊതുവായ ഉള്ളൊരു അഭിപ്രായമുണ്ട്. എങ്ങനെയായിരുന്നു ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനത്തെ നോക്കി കാണുന്നത്? എന്നെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തത്തെ ജനങ്ങൾക്ക് വേണ്ടി നന്നായി ചെയ്യുക, അത് പൂർണ്ണമായിട്ട് ഈ മണ്ഡലത്തിൽ തന്നെ താമസിച്ച് എല്ലാ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വരുന്ന വിഷയങ്ങളെ അഭിസംബോധന ചെയ്യാൻ ശ്രമിച്ചു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കിയെന്നൊന്നുമല്ല, പക്ഷെ നമ്മുടെ മുന്നിൽ വരുന്ന നമുക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുക. നമ്മളിപ്പോൾ ഉള്ളത് ഈ കൃഷ്ണമേനോൻ വനിതാ കോളേജിലാണ്. ഇവിടെ താങ്കൾ ഇടപെട്ട് നടത്തിയ ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലുള്ള ജനങ്ങളെ സ്പർശിക്കുന്ന വിധത്തിലുള്ള ഒരു വികസന പ്രവർത്തനം ഈ 5 വർഷം കൊണ്ട് അഴീക്കോട് നടപ്പിലാക്കാൻ സാധിച്ചു എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും നമ്മളെല്ലാ മേഖലയും നമ്മുടെ മണ്ഡലത്തിന്റെ സമസ്ത മേഖലയിൽ ഇപ്പോൾ മത്സ്യബന്ധന മേഖല, ഇപ്പോൾ ഹാർബർ മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചു തുടങ്ങി നമ്മുടെ ടൂറിസം മേഖലയിൽ വലിയ സാധാരണ ചാൽ ബീച്ച്, പുല്ലൂപ്പിക്കടവ്, ഇത് പ്രധാനമായി നമ്മൾ ഇടപെട്ടു. സ്കൂളുകൾ, ആശുപത്രി, വിമൻസ് കോളേജിന് തന്നെ ഇപ്പോൾ കിഫ്ബിയുടെ 12 കോടി രൂപ ഇൻഫ്രാസ്ട്രക്ചറിന് നമുക്ക് ലഭ്യമായി. ഏതായാലും അഴീക്കോട് വിജയത്തിൽ കുറച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അഴീക്കോട് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും. ജനങ്ങൾ ഞങ്ങളുടെ കൂടെ നിർത്തും. ഞങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ നല്ല അഭിമാനകരമായ ഒരു വിജയം അഴീക്കോട് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് പറയാവുന്ന കാര്യം. ഏതായാലും KV സുമേഷിന്റെ പ്രതീക്ഷ അതാണ്. ഒരുപക്ഷെ ഇവിടെ നമുക്ക് കൃഷ്ണമേനോൻ വനിതാ കോളേജിലെ വിദ്യാർത്ഥികൾ കൂടെ ഉണ്ട്. എന്താ MLA കുറിച്ച് എന്താ അഭിപ്രായം? വൈബാണ് സുമേഷ് ഏട്ടൻ. നമ്മളെ കോളേജിന്റെ എല്ലാ വികസന കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങുന്നത് സുമേഷ് ഏട്ടൻ തന്നെ. MLA കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. ഇപ്പം എവിടെ കായികത്തിന്റെ കാര്യങ്ങൾക്ക് എവിടെ പോവുകയാണെങ്കിലും എല്ലാവരും തന്നെ എവിടെ പോവുകയാണെങ്കിലും സുമേഷ് MLA എന്ന് കേട്ട് നമ്മളെ ചുവട്ടിൽ ഇപ്പോൾ അതാണ് അദ്ദേഹത്തിന്റെ പേര് ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. MLA അടിപൊളിയാണ്, കിടുവാണ്, പൊളിയാണ്. എന്നാ പറയാ, നമ്മുടെ ഈ വൈബ് MLA എന്നെല്ലാം പറയില്ല, അതുപോലെ ഒരാളാണ്. പിന്നെ SFIയിലൂടെ എല്ലാം വളർന്നു വന്ന് നമ്മളെല്ലാം ഇങ്ങനെ പുളകം കൊള്ളിക്കുന്ന ഒരാളാണ് നമ്മുടെ MLA. ഏതായാലും കൃഷ്ണമേനോൻ വനിതാ കോളേജിലെ വിദ്യാർത്ഥികളുടെ പ്രതികരണമാണ് MLA കുറിച്ചുള്ള അവരുടെ അഭിപ്രായമാണ് കേട്ടത്. ഏതായാലും ജനകീയ MLA എന്ന നിലയിൽ സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധേയനായ ഒരു MLA ആയിരുന്നു. കഴിഞ്ഞ 5 വർഷം ആ നിലയ്ക്ക് പ്രവർത്തനം കാഴ്ചവെച്ച ആളാണ് KV സുമേഷ്. വീണ്ടും അഴീക്കോട് മണ്ഡലത്തിൽ ജനവിധി തേടുമ്പോൾ തികഞ്ഞ വിജയപ്രതീക്ഷയാണ് അദ്ദേഹവും പങ്കുവയ്ക്കുന്നത്. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.